പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കാണ് പോകുന്നത്. CJPയുടെ സമരം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, BJPയുടെ കേന്ദ്രമന്ത്രിമാരോടും അവരുടെ MP മാരോടും പറഞ്ഞിരുന്നു, നിങ്ങൾ എക്സിൽ ഈ പോസ്റ്റുകൾ ഇട്ട് കളിക്കുന്ന സമയത്ത് ഇൻസ്റ്റയിൽ റീലുകൾ ചെയ്യൂ, അങ്ങനെയാണ് നമ്മൾ യുവാക്കളിലേക്ക് എത്തേണ്ടതെന്ന രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതിനുശേഷം ഒന്നൊന്നായി ഇന്നലെ വരെ പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ 5 റീലുകളാണ് വന്നത്. അതൊക്കെ സെൽഫി വീഡിയോകളായിരുന്നു. അതിൽ ഏറ്റവും അവസാനം വന്ന സെൽഫി വീഡിയോയിൽ അദ്ദേഹം തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ സമയത്ത് ചില യുവതികൾ അവരൊക്കെ ചേർന്നിട്ട് തന്നെ അധിക്ഷേപിച്ചു, തൻ്റെ അമ്മയെ അവരെ അധിക്ഷേപിച്ചു, അവരോടൊക്കെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ പ്രതികരണം മുമ്പ് തന്നെ വന്നിരുന്നു. ഈ റീലുകൾ വന്ന സമയത്ത് അദ്ദേഹം പുതിയ രീതിയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുകയല്ല വേണ്ട, പകരം ഇതിന് പകരം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് ഈ CJP പാർട്ടിയുടെ അഭിദീപ്ക്ക് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. താങ്കൾ ഇങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുകയും പ്രധാനമന്ത്രി രാജിവെക്കുമെന്നടക്കം പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഇൻസ്റ്റ ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടി, അല്ലെ ഇൻസ്റ്റയിലുള്ള ജെൻസിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി മോദി നടത്തുന്ന ഈ നീക്കം വിജയിക്കുമോ? അതുവഴി ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അവരെ മനസ്സിൽ ഇടം പിടിക്കാൻ മോദിക്ക് കഴിയുമോ? ഇതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. നൗഫൽ, നിലവിൽ ഈ പ്രധാനമന്ത്രി തുടർച്ചയായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചകൾക്കിടയിലായിട്ട് 5 സെൽഫി വീഡിയോകളാണ് ഇൻസ്റ്റയിലൂടെ വന്നത്. അതിൽ സമരത്തിന് ശേഷമാണ് ഇതിൻ്റെ അത് സജീവമാകുന്നതും ബാക്കി നേതാക്കളോടും അദ്ദേഹം പറയുകയുണ്ടായി. അതിനെതിരെ കടുത്ത വിമർശനങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CJP പാർട്ടിയുടെ അഭിജിത് ദീപ്ക അടക്കം പോയിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ. എങ്ങനെയാണ് ഈ മോദിയുടെ ഒരു നീക്കത്തെ കാണുന്നത്? എനിക്ക് എന്തുപോലെ തോന്നിയെന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു തമാശ തീരെ പറയാൻ അറിയാത്ത ഒരാൾ, നർമ്മബോധമൊക്കെ വളരെ കുറഞ്ഞ ഒരാൾ, ഇനി ഞാൻ കുറച്ച് തമാശ പറയാം എന്ന് വിചാരിച്ച് തമാശ പറയാൻ തുടങ്ങി എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ശ്രീനിവാസൻ മറ്റേ സിനിമയിൽ പറയുമല്ലോ, മറ്റേ ബാർബർ ഷാപ്പ് കയറിയ കഥ, അപ്പോൾ വൃദ്ധൻ. അതുപോലെയാണ് ഈ വൃദ്ധൻ്റെ കാര്യം എനിക്ക് തോന്നിയത്. കാരണം ഇൻസ്റ്റയിൽ സജീവമായി കഴിഞ്ഞാൽ എന്തോ യുവാക്കളെ അഭിസംബോധന ചെയ്യാൻ പറ്റും, യുവാക്കൾ അതിൽ ആകൃഷ്ടരാകും എന്നൊക്കെ, അതും പാതിരാത്രി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആകൃഷ്ടരാകും എന്നൊക്കെ ആരോ അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തെറ്റിദ്ധാരണയിൽ വീഴുന്ന ഒരാളൊന്നും അല്ല അദ്ദേഹം, പക്ഷേ അങ്ങനെ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വീഡിയോ ആണല്ലോ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം. അതിൽ പറയുന്നത് തെറിയെക്കുറിച്ച് കുറേ പറയുന്നുണ്ടല്ലോ. അതിലാണ് എനിക്ക് വീണ്ടും തമാശ തോന്നിയത്. കാരണം അദ്ദേഹത്തെ തെറി പറയുന്നവരെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അമ്മയെ തെറി പറയുന്നവരെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വ്യാകുലനായി സംസാരിക്കുന്നുണ്ട്. അവരോട് അദ്ദേഹം ക്ഷമിക്കുന്നുണ്ട്, മഹാനായ നരേന്ദ്രമോദി അവരോട് ക്ഷമിക്കുന്നുണ്ട്. പക്ഷേ ഈ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വാക്കുകളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു റീൽ ചെയ്യേണ്ടി വരില്ലായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണം 110-ലധികം ഉണ്ട് എന്നാണ് കണക്ക്, അനൗദ്യോഗിക കണക്ക്. അതൊരു സർക്കാർ കണക്കൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ, അദ്ദേഹം ആക്ഷേപിച്ച സമുദായങ്ങൾ, ഇവരുടെയൊക്കെ വേദനകൾ, ഈ സമുദായത്തിൻ്റെയൊക്കെ വേദന, ഈ ആളുകളുടെയൊക്കെ വേദന, കോൺഗ്രസിൻ്റെ വേദന, പ്രതിപക്ഷത്തെ മറ്റ് കക്ഷികളുടെ വേദന, ഇതൊക്കെ മറന്നുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത് പറയുന്നത്. അന്ന് അദ്ദേഹം ആദ്യം രാജസ്ഥാനിലെ ബൻസാരയിലാണ് അദ്ദേഹം ആദ്യം ഇത്തരമൊരു വിദ്വേഷ പ്രസംഗത്തിൻ്റെ നന്ദി കുറിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മുസ്ലിങ്ങൾക്ക് രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശം നൽകിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിൽ തന്നെ അദ്ദേഹം രണ്ടാമത് പറയുന്നത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് നൽകും എന്ന് അദ്ദേഹം പറയുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്? ഒരടിസ്ഥാനവുമില്ലല്ലോ. അതുമാത്രമല്ല, നുഴഞ്ഞുകയറ്റക്കാർക്കും ഈ സ്വത്ത് കോൺഗ്രസ് വീതിച്ചു നൽകും എന്നാണ് പറയുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണോ എന്നാണ് അദ്ദേഹം ഉറക്കെ ചോദിക്കുന്നത്. ആ ബൻസാറിലെ പ്രസംഗം അത്രയും കുപ്രസിദ്ധമായ പ്രസംഗമാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? അമ്മമാരുടെയും സഹോദരിമാരുടെയും മംഗല്യസൂത്രം പോലും വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇത് ബൻസാറിൽ ഒറ്റ പ്രസംഗം കൊണ്ട് നിർത്തിയെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഇന്ത്യയിലുടനീളം, കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ ഒഴിച്ച് ഉത്തരേന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ ഇത്തരം വാചകങ്ങളായിരുന്നു. മെയ് 7 മധ്യപ്രദേശിലെ ധാറിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും, അതൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും വോട്ട് കുറച്ചത്, ഏറ്റവും സീറ്റ് കുറയ്ക്കാനുള്ള കാരണം തോന്നുന്നു. അദ്ദേഹം പറഞ്ഞെന്താ? കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കായിക രംഗത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മുൻഗണന നൽകുമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഈ പ്രസംഗമൊക്കെ ആളുകൾ വിശ്വസിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. ഇന്നായിരുന്നെങ്കിൽ അദ്ദേഹം രാത്രി 12 മണിക്ക് റീലിട്ടിട്ട് ഇതേ വാചകം പറഞ്ഞേനെ. അതിനുശേഷം പിന്നെ മെയ് 14 കോഡർമേൽ അദ്ദേഹം പ്രസംഗിച്ച നുഴഞ്ഞുകയറ്റക്കാരെ സംബന്ധിച്ച് തന്നെയാണ്. അത് നിങ്ങളുടെ സഹോദരിമാരെ, പെൺമക്കളെയും സുരക്ഷയെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനാകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഉത്തർപ്രദേശിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നതാരോ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാംലല്ലയെ വീണ്ടും തിരിച്ച്
കൂടാരത്തിലേക്ക് അയക്കുകയും ക്ഷേത്രത്തിന് മുകളിൽ ബുൾഡോസർ ഓടിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഇതൊക്കെ നരേന്ദ്രമോദിയുടെ പ്രസംഗം നോക്കണം. മറ്റ് സ്ഥലങ്ങളിൽ വോട്ട് ജിഹാദ്, മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ തുടങ്ങിയ ഒരുപാട് പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അതായത് ഇത്രയും വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാളാണ് എന്നെ തെറി പറയുന്നു, എൻ്റെ അമ്മയെ തെറി പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ പ്രശ്നമാണ് എന്ന രൂപത്തിൽ രാത്രി 12 മണിക്ക് റീലിടുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എന്താണിപ്പോൾ ഈ ഒരു ജന്തർ മന്ദറിലെ ഒരു സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയൊരു സമരമാണ്. ആ സമരം എന്ന് പറഞ്ഞാൽ ഒരു നിയതമായ സംഘടനാ സംവിധാനമൊന്നുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ഒരു സമരമാണ്. സ്വാഭാവികമായും ആ സമരത്തിൽ പലതരത്തിലുള്ള ആളുകൾ വരും. ഈ സമരത്തോട് ഇഷ്ടമുള്ള, ഈ സമരത്തിൻ്റെ കോർ വാല്യൂവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വരും. പക്ഷേ അവരൊക്കെ പല തരക്കാരും പല സ്വഭാവക്കാരുമായിരിക്കും. സ്വാഭാവികമായും അവരിൽ നിന്ന് പലതരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകാം, അവരുടെ ഭാഷകളിൽ പ്രശ്നമുണ്ടാകാം, അവരുടെ പ്രയോഗങ്ങളിൽ പ്രശ്നമുണ്ടാകാം. അത്തരം ചില പ്രയോഗങ്ങളും ഭാഷാ പ്രശ്നങ്ങളും ഒക്കെ തെറികളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ജിസ്റ്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ലക്ഷ്യത്തിലേക്കായിരുന്നു. ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഇവിടുത്തെ പരീക്ഷാ ക്രമക്കേടുകൾ ഇല്ലാതാവണം, അതിനെതിരെയുള്ള ശബ്ദം ഉയരണം എന്നൊക്കെയാണ് അവർ ലക്ഷ്യം വെച്ചത്. അതിൻ്റെ ഭാഗമായുണ്ടായ അത് പക്ഷേ ഈ ഗോദി മീഡിയകൾ, സോ കോൾഡ് നാഷണൽ മീഡിയാസ്, അവർ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, ഹിന്ദി മാധ്യമങ്ങളൊക്കെ ആ കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു അന്ന് വാർത്തകളൊക്കെ നൽകിയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അർണബ് ഗോസ്വാമിയുടെ വീഡിയോ ഒക്കെ നമ്മൾ മുഴുവൻ കാണാൻ പറ്റില്ല, കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്തരം വാചകങ്ങളും ഇത്തരം വിഷ്വൽസും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ ജന്തർ മന്ദറിലെ സമരത്തെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതൊക്കെ സ്വാധീനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെതിരെ പ്രയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ടോ ആയിരിക്കും ഇദ്ദേഹം ഇത്തരത്തിലുള്ള റീൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഏതായാലും അദ്ദേഹത്തിൻ്റെ റീൽ പ്രയോഗം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വീണ്ടും അദ്ദേഹം ബാക്ക് ഫുട്ടിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് നിഷാദ്, ഈ ഇൻസ്റ്റ തങ്ങളുടെ കൈപ്പിടിയിലില്ലെന്ന് സംഘപരിവാറിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ബോധ്യമാകാൻ ഒരു CJPയുടെ പ്രൊട്ടസ്റ്റ് വേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇൻസ്റ്റയിൽ നിങ്ങൾ ഇറങ്ങുമെന്ന് പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് അവരോട് പറയുന്നു, ആഹ്വാനം ചെയ്യുന്നു. അതിലെ ഒരു ഓഡിയൻസിലേക്ക് തങ്ങൾ ഇറങ്ങേണ്ടതുണ്ടെന്ന് കരുതിയിട്ട് പ്രധാനമന്ത്രി വരുമ്പോഴും അവിടെ അദ്ദേഹം പരിഹാസ്യനാവുകയാണ്. അദ്ദേഹം വായിക്കുന്ന കണ്ണടക്കുള്ളിലൂടെ പ്രോംപ്റ്റർ കാണാൻ പറ്റുന്ന അടക്കം ട്രോളുകൾ ഇതിറങ്ങുന്നു. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഇതിന് അദ്ദേഹത്തിന് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്നു, റെക്കോർഡ് ഇടുന്നു എന്നും പറഞ്ഞ് സംഘം വേറെ തരത്തിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി സംഖ്യകൾക്കില്ലേ? അല്ല, ഈ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അൽഗോരിതം എക്സ്പേർട്ടുകൾ നമ്മോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കൺസിസ്റ്റൻസി പ്രധാനമാണ്. ഇന്നൊരു വീഡിയോ ഇട്ടു, അതിന് ലൈക്സ് കുറവാണ്, ട്രാക്ഷൻ കുറവാണ് എന്നതുകൊണ്ട് നാളെ വീഡിയോ ഇടാതിരിക്കരുത്, മറ്റന്നാളും വീഡിയോ ഇടണം. അങ്ങനെ നിങ്ങൾ കൃത്യമായ കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവുക, നിങ്ങൾ കേൾക്കാൻ ആൾക്കാരുണ്ടാവുക, നിങ്ങളുടെ വീഡിയോ ഹിറ്റ് ആവുക എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കട കൊടുക്കുന്നു എന്ന് വെച്ചാൽ നരേന്ദ്ര മോദി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി അദ്ദേഹം പാതിര വീഡിയോകളുമായി രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി പ്രധാനമാണ്. ആദ്യം ഉണ്ടാകുന്ന ട്രോളുകൾ, വിമർശനങ്ങളെ മാറ്റി നിർത്തി എല്ലാ ദിവസവും രാത്രി നിങ്ങൾക്ക് ഒരു വീഡിയോയുമായി അവൈലബിൾ ആവുന്ന ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക്, ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണണം. അപ്പോൾ അതിൽ തള്ളി പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തെ. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് എന്തുമാത്രം സ്വീകാര്യത കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാലേ, മോദി ഇന്നലെ പറയാൻ ശ്രമിച്ച പ്രധാന സംഗതി എന്താണ്? കുട്ടികളെ, നിങ്ങളുടെ സമരം ഒരു പിഴച്ച സമരമായിരുന്നു. ആ പിഴച്ച സമരത്തിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചു. നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുകയെന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ അധിപനെ ചീത്ത വിളിക്കലാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പൊറുത്തിരിക്കുന്നു, എനിക്ക് നിങ്ങളോടൊരു വിരോധവുമില്ല എന്നാണ്. അപ്പോൾ ഞങ്ങളോട് പൊറുക്കണമേ നാഥ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി കുട്ടികൾ നിൽക്കുകയായിരുന്നു എന്നുള്ള അടിസ്ഥാന ചോദ്യം അവിടെ ഉണ്ടല്ലോ. അവരാരും അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല. മറിച്ച് എന്താ ആവശ്യപ്പെട്ടത്? മിസ്റ്റർ മോദി അല്ലെങ്കിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, നിങ്ങൾ ഞങ്ങളോട് മാപ്പ് പറയണം, നിങ്ങൾ ഈ കാണിച്ച അതിക്രിയയ്ക്ക് എന്നല്ലേ പിള്ളേർ പറഞ്ഞത്. നിങ്ങൾ മുള്ളു വെച്ച ലാത്തി വെച്ച് ഞങ്ങളെ അടിച്ചു കുത്തി, തലക്കടിച്ച് വീഴ്ത്തി, നിങ്ങൾ RSSൻ്റെ ഗുണ്ടകളെ ഇറക്കി, വിരമിച്ചു പോയിട്ടുള്ള ആൾക്കാരടക്കമുള്ള ആളുകൾക്ക് CRPFൻ്റെ യൂണിഫോം കൊടുത്ത് ഞങ്ങളെ തല്ലി വീഴ്ത്തി, ഞങ്ങൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, ഞങ്ങൾക്ക് നേരെ AK-47 ഉപയോഗിച്ചു. അതിന് നിങ്ങൾ മറുപടി പറയണം, മാപ്പ് പറയണം. ഇതുവല്ലോ മോദി പറഞ്ഞു? മോദി അവർ ചോദിച്ച ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ എന്നോടാണ് തെറ്റിയത്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സുരാജ് വെഞ്ഞാറോട് പറഞ്ഞ ഒരു ഡയലോഗ് പറഞ്ഞിട്ടല്ലോ, ക്ഷമിച്ചിരിക്കുന്നു, പൊയ്ക്കോ എന്ന് പറഞ്ഞു. എന്ന് പറയുന്ന പോലെ പറയാണ് ഇദ്ദേഹം. ഇന്ന് പവൻഖേഡ പറയുന്നുള്ളത്, രാജ്യം അദ്ദേഹത്തോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയാണ്. ഒന്നാമത് വിദ്യാർത്ഥികളുടെ ഭാവി മോഷ്ടിക്കും വിധത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി. അത് ചോദ്യം ചെയ്യാൻ വന്ന കുട്ടികളെ തെരുവിലിട്ട് തല്ലി, ഒരു കുട്ടിയെ അങ്ങേയറ്റം ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് മാറ്റി, ഒരാളുടെ കണ്ണുപോയി. നമുക്കറിയാത്ത ഗുണ്ടകൾ പോലീസിനൊപ്പം സെയിം പ്രിവിലേജിൽ വന്നിറങ്ങി കുട്ടികളെ ആക്രമിച്ചു. ഇതിനുള്ള ക്വസ്റ്റ്യൻ ആൻസർ പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ലോക്സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ കൗതുകം വല്ലാത്ത കൗതുകം തന്നെയാണ്. അപ്പോൾ മോദി അതിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അടിസ്ഥാനപരമായി തെറ്റിദ്ധരിക്കുന്നു. കാരണം നിങ്ങൾ എന്നെ വിമർശിച്ചു,
അദ്ദേഹം അതിനെ ഇമോഷണൽ ലൈനിലേക്ക് കൊണ്ടുപോകണം, നമ്മുടെ കുട്ടികൾക്ക് വഴി വഴിച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഓർത്ത് കരയുമായിരിക്കും. ഞാൻ ആ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കി. അവസാനത്തെ മൊമെൻറ്റിൽ ചിലപ്പോൾ കരയുമ്പോൾ സംശയിച്ചു. കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് അങ്ങനത്തെ അതിൻ്റെ ആളാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഫൈനലി എനിക്ക് കരച്ചിൽ വരുന്നു പറയുകയും അതുവഴി മൊത്തം സീൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം എന്തുകൊണ്ടോ കരഞ്ഞില്ല എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, മാപ്പ് കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുള്ളത്, മോദിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മോദി അങ്ങനെ മാപ്പ് കൊടുക്കുന്ന ഒരാളാണോ? മോദി തന്നോട് തെറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ വിട്ടുകളഞ്ഞേക്കാം, ക്ഷമിച്ചേക്കാം, രാജ്യത്തിൻ്റെ പുരോഗതിയെ മുൻനിർത്തി യുവാക്കളോട് ക്ഷമിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ആളാണോ? മോദി പകയുടെ ഉസ്താദാണ്. മോദി മാപ്പ് കൊടുക്കുന്ന ആളല്ല. മോദി ഒമർ ഖാലിദിന് മാപ്പ് കൊടുത്തിട്ടുണ്ടോ? ഒമർ ഖാലിദ് എന്തായിരുന്നു? ഡൽഹിയിലെ പൗരത്വ സമരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ശബ്ദമായിരുന്നു. അല്ലാതെ അയാൾ എന്ത് തെറ്റ് ചെയ്തു? ഒന്നും പ്രൂവ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. പക്ഷേ അയാൾക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, സഞ്ജീവ് ഭട്ട് ഗുജറാത്തിലെ വംശഹത്യാ കാലത്ത് നരേന്ദ്രമോദിക്ക് അതിൽ മനസ്സറിവുണ്ടായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നുവെന്നും പുറത്തു വന്ന് പറഞ്ഞ IPS ഉദ്യോഗസ്ഥനെ 30 വർഷം മുമ്പുള്ള ഏതോ ഒരു പെറ്റി കേസിൻ്റെ പേരിലെടുത്ത് അയാൾക്ക് ജീവപര്യന്തം തടവ് വാങ്ങിച്ചു കൊടുത്ത് അകത്തിട്ടിരിക്കുകയാണ്. അയാളെ പുറത്തു പോലും വിടുന്നില്ല. മോദി ക്ഷമിച്ചിട്ടുണ്ടോ? ഇല്ല. മോദി ഗൗതം ലവലാഖയോട് ക്ഷമിച്ചിട്ടുണ്ടോ? മോദി സ്റ്റാൻ സ്വാമിയോട് ക്ഷമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ടീസ്റ്റ സത്തൽവാദിനോട് ക്ഷമിച്ചിട്ടുണ്ടോ? ക്ഷമിച്ചിട്ടില്ല. ഭീമ കൊറേഗാവ് കേസെടുത്ത് നോക്കുക, അതിൽ എന്തുമാത്രം ഇൻ്റലക്ച്വൽസിനെ പിടിച്ച് അകത്തിട്ടുണ്ടോ? അവരോട് ക്ഷമിച്ചിട്ടുണ്ടോ? മോദി അങ്ങനെ ക്ഷമിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് മോദിയുടെ ഈ ക്ഷമാപണം എന്ന് പറയുന്ന സംഗതി തന്നെ 1ാം ക്ലാസ് തട്ടിപ്പാണ്. ഇവരോട് ക്ഷമിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്ത് പറ്റൂ? അല്ലെങ്കിൽ നേരത്തെ സംഭവിച്ച പോലെ ധർമ്മേന്ദ്ര പ്രധാൻമാർ രാജിവെക്കണം, ആൻഡ് ഫൈനലി നിങ്ങൾ തന്നെയും രാജിവെക്കണമെന്നതിലേക്ക് ആ സമരത്തിൻ്റെ അഗ്നി എത്തും. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എടുക്കുകയാണ് മോദി. വഴിപിഴച്ചു പോയ മനുഷ്യരെ നന്നാക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് പറഞ്ഞ് വേദനിക്കുന്നു മോദി. എന്ന് വെച്ചാൽ സമരം ചെയ്യുമ്പോൾ രാജ്യത്തെ ആളുകൾക്ക് തെറ്റായ ചില പ്രവണത കടന്നുകൂടുമ്പോൾ അവരെ നമ്മൾ തിരുത്തേണ്ടതുണ്ട് എന്ന്. അങ്ങനെ എല്ലായ്പ്പോഴും മോദി തിരുത്തിയിട്ടുണ്ടോ? കന്നുകാലിയെ കടത്തുന്നു എന്ന കള്ളം പറഞ്ഞും ഹെയ്റ്റ് പറഞ്ഞും ആളുകളെ തല്ലിക്കൊല്ലുന്ന കാലത്ത് വഴിപിഴച്ചു പോവല്ലേ, പരസ്പരം തല്ലിക്കൊല്ലല്ലേ, അല്ലെങ്കിൽ അപരനെ കൊല്ലല്ലേ എന്ന ഒരു വാചകമായിട്ട് മോദി വന്നിട്ടുണ്ടോ? ഈ രാജ്യത്ത് കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടായപ്പോൾ, മണിപ്പൂരിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ, 200-ലധികം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ 84 ദിവസത്തിനിടയ്ക്ക് മോദി എപ്പോഴെങ്കിലും ഇങ്ങനെ നിങ്ങൾ കഷ്ടം ഉണ്ടാവല്ലേ, ഇങ്ങനെ നിങ്ങൾ തമ്മിലടിക്കല്ലേ, ഇങ്ങനെ നിങ്ങൾ കലാപം ഉണ്ടാക്കല്ലേ, നിങ്ങൾ ദുർബലരെ ആക്രമിക്കല്ലേ, വഴിപഴച്ചു പോകുന്നവരെ നമുക്ക് നേർവഴിക്ക് നയിക്കാം, രാജ്യമേ ഒന്നാകെ വരൂ, മണിപ്പൂരിനെ നമുക്ക് വീണ്ടെടുക്കാമെന്ന് പറഞ്ഞ് മോദി എപ്പോഴും വന്നിട്ടുണ്ടോ? അപ്പോൾ പിഴച്ചുപോയവരെ നന്നാക്കാം എന്ന മോദിയുടെ ഈ ആഹ്വാനം ശുദ്ധ തട്ടിപ്പാണ്. ക്ഷമിക്കുന്നു എന്നത് ശുദ്ധ തട്ടിപ്പാണ്. രണ്ടാമത്തത് ക്ഷമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ആരാണ് ചോദിക്കുന്നത്? അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ രാജ്യത്തെ യുവാക്കളാണ്. അതിന് മറുപടി പറയാൻ കഴിയാത്ത വിധം പരിങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് മോദിയെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഉരുണ്ടുകളി ആവശ്യമായിട്ട് വരുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞത്, കുട്ടികൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ തിരുത്തേണ്ടതാണ്, വിവരമില്ലാത്തതാണെങ്കിൽ. പക്ഷേ ഈ കുട്ടികൾ തെരുവിലിറങ്ങി വന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ 2002 മുതലുള്ള ചരിത്രത്തെ മുഴുവൻ പ്ലക്കാർഡുകളായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അവർക്ക് ചരിത്രബോധ്യമുണ്ട്, നല്ല നിലക്കുള്ള വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ടാണ് അവർ വരുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇവിടെ വിവരമില്ലാത്ത മനുഷ്യർ വേറെ ഉണ്ട്. അത് ആളുകളെ കാലിക്കടത്തിൻ്റെ പേര് തല്ലിക്കൊല്ലുന്നവരാണ്, അപരമതത്തിൻ്റെ പേര് തല്ലിക്കൊല്ലുന്നവരാണ്, മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കില്ല എന്ന പേരിൽ കലാപം ഉണ്ടാക്കുന്നവരും സംഘർഷം ഉണ്ടാക്കുന്നവരായിട്ടുള്ള ആളുകളാണ്. അത്തരം ആളുകൾക്ക് അവരെ തിരുത്താൻ, അവരെ ശരി വഴിയിലേക്ക് നയിക്കാൻ ഒരു പണിയും എടുത്തിട്ടില്ലാത്ത ആദരണീയനായ പ്രധാനമന്ത്രി ഇപ്പോൾ വന്നിട്ട് അദ്ദേഹം മാപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. മോദിയോ മോദി നിൽക്കുന്ന പ്രസ്ഥാനമോ മോദിയുടെ രാഷ്ട്രീയ ആശയമോ മാപ്പിൻ്റെ ആശയമല്ല. അതിന് മാപ്പിനെക്കുറിച്ച് 2 കാര്യങ്ങളായിരുന്നു. ഒറ്റ കാര്യം അറിയുള്ളൂ, മാപ്പ് എഴുതി കൊടുക്കലാണ് അവർക്കറിയാവുന്ന മാപ്പ്. അത് ആരാണ്? അവരുടെ വീർ സവർക്കർ 6 തവണ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മാപ്പ് എഴുതി കൊടുത്ത് ഇറങ്ങി വന്നിട്ടുള്ളത്. അതവർക്ക് എഴുതി കൊടുത്ത് വാങ്ങിക്കുന്ന മാപ്പേ അവർക്കറിയൂ. മാപ്പ് കൊടുക്കൽ അവരുടെ ശീലമല്ല. അവരാർക്കും മാപ്പ് കൊടുത്തിട്ടില്ല. സമവായത്തിൻ്റെയും സമന്വയത്തിൻ്റെയും മാപ്പിൻ്റെയും ദയയുടെയും ഒന്നും വഴി സംഘപരിവാറിൻ്റെ വഴിയുമല്ല. അത് മനുഷ്യരെ പകയോടെ വേട്ടയാടും. അങ്ങനെ വേട്ടയാടിയതാണ് നാം കണ്ടത്. ഒരു വശത്ത് മുള്ളിലാത്തി വെച്ച് അടിക്കാൻ സംഘപരിവാറിൻ്റെ കയ്യിൽ ചരട് കെട്ടിയ, തലയിൽ കാവിക്കൊടി കെട്ടിയ ഗൂണ്ടകളെ ഇറക്കി വിട്ടിട്ട് അവരെ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ തല്ലി വീഴ്ത്തിയിട്ട് അവരോട് എന്ത് ചെയ്യുക? എന്തു പറയാണ്? ഇപ്പുറത്ത് വന്നിട്ട് ഫ്രണ്ട്സ് എന്ന് വിളിക്കുക രാത്രി 12:30. നിങ്ങൾ എന്നെക്കുറിച്ച് മോശം വാക്കു പറഞ്ഞു, ഇത് ശരിയാണോ? നമ്മൾ ആരെക്കുറിച്ചും മോശം വാക്ക് പറയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ കേരളത്തിലെ പതാകവാഹകനായ TG മോഹൻദാസ് എന്താ പറഞ്ഞത്? കുട്ടികൾ റേപ്പ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞു. അതിന് മോദി മാപ്പ് പറയുമോ? ഈ പറയുന്ന ഇദ്ദേഹം പറഞ്ഞല്ലോ, അതായത് നമ്മൾ ആരെക്കുറിച്ചും മോശം പറയാൻ പാടില്ല. ആരെക്കുറിച്ചും മോശം പറയാൻ പാടില്ലെങ്കിൽ ഈ സമരം നടക്കുന്ന കാലത്ത് മോദി നേരിട്ട് വന്നൊന്നും പറഞ്ഞില്ല. മോദിക്ക് വേണ്ടിയുള്ള സൈബർ ടീം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ BJP IT സെൽ പടച്ചുവിട്ടത് എന്തെല്ലാം വൃത്തികേടുകളായിരുന്നു, ഏതെല്ലാം തരം വൃത്തികേടുകൾ. നോക്കൂ, AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലും അവിടുത്തെ കുട്ടികളുടെ
ഭയങ്കരമായിട്ടുള്ള വൾഗർ ഡ്രസ്സുകൾ ഉപയോഗിച്ച് ആൾക്കാർ വരുന്ന സമരത്തെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ടാക്കി വിട്ടു. രണ്ടാമത്തെ കാര്യം, ഇത് പാകിസ്ഥാൻ സമരമാണ്, ഇത് ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇത് അമേരിക്കൻ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് അവരെ വിദേശ ചാരന്മാരും രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളുമാക്കി ആക്ഷേപിച്ചു. അത് കഴിഞ്ഞപ്പം അവർ റേപ്പ് ആഗ്രഹിക്കുന്നവരാണെന്ന് പറയുന്നു, അവരെ വെടിവെച്ച് കൊള്ളണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാരാണ്? മോദിയുടെ ടീമാണ്. മോദിയുടെ ഹർ ഹർ മോദി വിളിക്കുന്ന ആൾക്കാരല്ലേ പറഞ്ഞത്. മോദി പിള്ളേരോട് പറയാണ് മോശം വാക്കുകൾ ഉപയോഗിക്കല്ലേ മെക്കളെ എന്ന്. മോദിയുടെ കൂടെയുള്ള ആൾക്കാർ മുഴുവൻ വായിൽ കൂടെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വൃത്തികെട്ട വാക്കുകൾ ഈ കുട്ടികൾക്കെതിരെ. അവിടുന്ന് ഏറ്റവും മുന്തിയ അർണബ് ഗോസ്വാമി മുതൽ ഇവിടെ TG മോഹൻദാസ് വരെയുള്ള ആളുകൾ വായിലൂടെ മലം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികൾക്കെതിരെ. മോദി ഒന്ന് കുട്ടികളെ ഉദ്ദേശിക്കുകയാണ്, മക്കളെ മോശം വാക്ക് പറയലെന്ന്. ഇത് തിരിച്ചറിയാൻ, ഈ തട്ടിപ്പും തിരിച്ചറിയാൻ, ഈ ഇരട്ടത്താപ്പും തിരിച്ചറിയാൻ ശേഷിയുള്ള മനുഷ്യരാണ്, വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് 12:30-ക്കോ 1 മണിക്കോ വരുന്ന പാതിര വീഡിയോകൾ എന്താ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഞാൻ വിചാരിക്കുന്നില്ല. മോദിയുടെ വീഡിയോയെക്കുറിച്ചുള്ള പെൺകുട്ടികളുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മീമുണ്ട്. രാത്രി 12 മണിക്ക് ശേഷം വർത്തമാനം പറയാൻ വരുന്ന ഒരൊറ്റ ആണിനെയും വിശ്വസിച്ചുകൂടാ എന്ന്. ഭയങ്കര പോപ്പുലറായ മീമാണ്. ആ മീമിലുണ്ട് അവരുടെ പ്രതികരണം. അവർ വിശ്വസിക്കില്ല ഇത്. യെസ്, എന്തായാലും ഇൻസ്റ്റയിലെ ജനറേഷനെ കയ്യിലെടുക്കാമെന്ന് കരുതിയിട്ട് മോദി ഇപ്പോൾ നടത്തുന്ന ഈ നാടകം ആ തലമുറയിലെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ജന്തർ മന്ദറിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്.